ഹലോ ഗൈസ്. അപ്പം ഞാനിത് പറയുന്ന കേട്ടിട്ട് നിങ്ങളാരും നെറ്റി ചുളിക്കാൻ നിൽക്കേണ്ട ഗൈസ്. കാരണം അനീഷേട്ടനെയും അനുമോളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അതുപോലെ തന്നെ ഷാനുക്കയും, ഇവർക്ക് മൂന്നുപേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പിന്നെ ഇവരുടെ തെറ്റുകൾ ചെയ്താൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാനിത് സംസാരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ തന്നെ കാർ ടാസ്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും, അതാദ്യം പറയട്ടെ, ഇവർ രണ്ടുപേരും അനുമോളും അനീഷേട്ടനും തമ്മിൽ വളരെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കെയറിങ് ഉണ്ട്. പരസ്പരമുള്ള അവരുടെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർ പോലും അറിയാതെ അവർക്ക് പരസ്പരം ഒരു കെയറിങ്, ഒരു സ്നേഹം, ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നല്ല മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് ഒരു ഹ്യൂമാനിറ്റി, രണ്ടുപേർക്കും ഒരു മനുഷ്യത്വമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ രണ്ടുപേർക്കും മനുഷ്യത്വം ഉണ്ടായതുകൊണ്ട് അവർ പോലും അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കാം. പക്ഷേ പുറത്തു നിന്ന് കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അവരുടെ ബോണ്ടിങ് വളരെ ഇഷ്ടമാണ്. ആദ്യം കയറി ചെന്നപ്പോൾ അനീഷേട്ടനുമായിട്ട് ഒരു വഴക്കു തൊട്ടാണ് അവർ. അപ്പം തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അനീഷേട്ടൻ അനുമോളാണ് സെക്കൻഡ് കയറി വന്നത്. അപ്പോൾ തന്നെ കയറി വന്നപ്പോൾ തന്നെ ആരാണ്, എന്താ പേര്, ഞാൻ ഇതുവരെ എന്നെ അറിയില്ലേ, ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ അനുമോൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതിനുശേഷം പിന്നെ ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് പറഞ്ഞു ആകാശത്ത് നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരാനൊക്കെ പറഞ്ഞു. ഭയങ്കര ദേഷ്യമായിരുന്നു അനുമോൾക്ക് ഇത് കേൾക്കുമ്പോൾ കേട്ടോ. ആകാശത്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്നത്, ഞാൻ ആകാശത്തിരിക്കുന്ന സ്റ്റാറല്ലേ, അനുമോൾ ഭയങ്കര സ്റ്റാറല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അകംഭാവം കാണിക്കാതെ ഇങ്ങനെ ഇറങ്ങി വരാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് ഉള്ളിൽ ആസ്വദിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഓരോ തവണയും അദ്ദേഹത്തിന് എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് അയാളുടെ പുറത്തേക്ക് കയറാനായിട്ട് വരുമ്പോഴൊക്കെ അനുമോൾ പലപ്പോഴും അതിന് എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിയെ ഒരിക്കൽ പോലും അനുമോൾ ആ ഒരു കാര്യത്തിൽ അവരോടൊപ്പം നിന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അനുമോളെ പലതവണ അപ്പാനിയൊക്കെ ചീത്ത പറയുമ്പോഴും അപ്പാനിയൊക്കെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒക്കെ അനീഷേട്ടൻ നല്ലതായിട്ട് എതിർത്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ അവർ പോലും അറിയാതെ ഒരു കെയറിങ് മെൻറ്റാലിറ്റി ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അതും ഒരു ചിലപ്പോൾ ഒരു നല്ലൊരു ഇഷ്ടത്തിലേക്കോ അത് ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും ആവട്ടെ, അത് ഞാനിപ്പോൾ എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്, ഞാൻ അവരെ കുറിച്ചിട്ട് പറഞ്ഞത്. അതെനിക്ക് ആ ഊഞ്ഞാലിരുന്നുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്, ഊഞ്ഞാലിരുന്നുകൊണ്ട് ചോദിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നത് ബർത്ത്ഡേ. അപ്പം ജൂൺ 20-ാം തീയതിയാണ് അനീഷേട്ടൻ്റെ ബർത്ത്ഡേ. അനുമോളുടെ ആകുമ്പോൾ ഏപ്രിൽ 24-ആണ് അനുമോളുടെ ബർത്ത്ഡേ. അപ്പോൾ ചോദിക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് അയക്കാൻ അഡ്രസ്സ് പറഞ്ഞു തരുമെന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ അച്ഛൻ്റെ പേര് സതീഷ് എന്നാണ്. അപ്പം ഞാൻ ബിഗ് ബോസ് ഫെയിം, വീട്ടുപേര് പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ബിഗ് ബോസ് ഫെയിം എന്ന് അയച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ഫെയിം അനുമോൾ ആരനാട് പിയോ എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അനീഷേട്ടൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് വെച്ച് പറഞ്ഞാൽ എൻ്റെ ജൂൺ 20-ാം തീയതി. അപ്പോൾ ഞാൻ അയക്കാം, എവിടെയാണ് നാട്, കോടനാടോ? അപ്പോൾ പറഞ്ഞ കോടനാടല്ല കോടന്നൂർ. ഇത്ര നാളായിട്ട് എൻ്റെ സ്ഥലപ്പേര് അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയ പരിഭവം പോലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ചോദിച്ചിട്ട് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഗിഫ്റ്റ് പറയണു എനിക്ക് ഒരു റോസാപ്പൂ തന്നാൽ മതിയെന്ന്. അപ്പോൾ ചിരിക്കുന്നുണ്ട് അനീഷേട്ട, അത് കേട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് റെഡ് റോസാപ്പൂ തന്നാൽ മതി, റെഡ് റോസാപ്പൂ എനിക്ക് ഗിഫ്റ്റ് അയച്ചാൽ മതി, അല്ല ഗിഫ്റ്റ് കൊണ്ടുവന്നാൽ മതി. 25-ാം തീയതി എറണാകുളത്ത് വരണം, എറണാകുളത്ത് വെച്ച് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി അങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇന്നത്തെ കാർ ടാസ്കിലും ഞാൻ അത് തന്നെ ശ്രദ്ധിച്ചു. അനുമോൾ വയ്യാന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞ് ഇറങ്ങും, ഞാൻ അപ്പം തന്നെ ഞാനും ഇറങ്ങാമെന്ന് പറയുന്നു. അതുപോലെ എനിക്ക് ഒട്ടും വയ്യ, ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാനങ്ങ് സഹിച്ചിരിക്കുകയാണ്, അത് പറയുന്നുണ്ട്. പറഞ്ഞ് അനുമോൾ ഇറങ്ങിക്കോ, ഞാൻ അപ്പം തന്നെ ഇറങ്ങാം. കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ചു പറയണമല്ലോ, വിളിച്ചു പറഞ്ഞിട്ടല്ലേ അടുത്ത ആൾക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി തന്നെ ഇറങ്ങുന്നുണ്ട്. വഴക്കിടുമ്പോൾ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവരുടെ തമ്മിലുള്ള ഒരു ഇഷ്ടം, ഒരു ബോണ്ടിങ് നമുക്ക് പ്രകടമാവും. മറ്റുള്ളവർ അനീഷേട്ടനെ വഴക്ക് പറയുമ്പോഴൊക്കെ മാറി ഒന്നിരുന്ന് കൊഴുകി ഇച്ചിരി ഒന്ന് കൈപൊക്കി കൊടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനുമോളെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് ആരിനോട് അടിച്ചപ്പം അനീഷിനെ ഇടയ്ക്ക് ആരിനെ അടിച്ചായിരുന്നു കൈകൊണ്ട്, അപ്പോഴൊക്കെ ആരിനോട് ഭയങ്കരമായിട്ട് ദേഷിക്കുന്നുണ്ട്, ആദിലയോട് ദേഷിക്കുന്നുണ്ട് തലയ്ക്കടിച്ചപ്പോൾ. അങ്ങനെ അവർ തമ്മിലുള്ള ആ പരസ്പരമുള്ള കെയറിങ് ഇവിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഗൈസ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറൊരു തരത്തിൽ അത് ഞാൻ പറഞ്ഞു എന്ന് തോന്നിയെങ്കിൽ സോറി. എനിക്ക് അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് തരത്തിലായാലും, ഫ്രണ്ട്ഷിപ്പ് ആയാലും ലവ് ആയാലും എനിക്കിഷ്ടമാണ് ഗൈസ്.